നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിലെ ദേവാംഗനകളുടെ നാരായണാശ്രമഗമനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് ഭാരാക്രാന്തയായ ഭൂമിയുടെ വിലാപം ആണ്. അഥ അഷ്ടദശോധ്യായ ഭാരാക്രാന്തയായ ഭൂമിയുടെ വിലാപം. വ്യാസ ഉവാച ശൃണു രാജൻ പ്രവക്ഷ്യാമി കൃഷ്ണസ്യ ചരിതം മഹത് അവതാരാകാരണം ചൈവാ ദേവ്യാചരിതമദ്ഭുതം. രാജാവേ, മഹത്തായ കൃഷ്ണചരിതവും കൃഷ്ണാവതാരത്തിന്റെ കാരണവും ദേവിയുടെ അത്ഭുത ചരിതവും ഞാൻ അങ്ങയോട് പറയാം, കേട്ടാലും. ധരേ കഥാ പരാക്രാന്താ രുദതേ ചാധികർഷിതാ ഘോരോപാധാരിണീ ധീനാഭീതാ അഗച്ഛത് ദ്രവിഷ്ഠമം. ഒരിക്കൽ ഭൂമിദേവി ഗോപുരം ധരിച്ച് ഘോരൂപം ധരിച്ച് ഭൂഭാരം താങ്ങാനാവാതെ ദുഃഖിച്ച് വളരെ ക്ഷീണിച്ച് ഭയപ്പെട്ട് കരഞ്ഞ് അവശയായി ദേവലോകത്തേക്ക് ചെന്നു. പൃഷ്ടാശക്രേണ കിം തേ അദ്യ വർത്തത്തെ ഭയമിധ്യതാ കേന വൈ പീഡിതാസ്യ ആസേ ത്വം കിം തേ ദുഃഖം വസുന്ധരേ. അവിടെ ചെന്നപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു, വസുന്ധരേ, നിനക്ക് ഇപ്പോൾ ഉള്ള ഭയം എന്താണ്? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചുവോ? എന്താണ് നിന്റെ ദുഃഖം? തശ്രുത്വേള ദദോ വാച ശൃണു ദേവേശ മേ അഖിലം ദുഃഖം പൃച്ഛസി യത്വം മേ ഭരാക്രാന്താസ്മി മാനധാം. അതു കേട്ടപ്പോൾ ഭൂമിദേവി പറഞ്ഞു, എല്ലാം ഞാൻ പറയാം, കേൾക്കൂ. എൻ്റെ ദുഃഖം എന്താണെന്നല്ലേ ചോദിച്ചത്? ഞാൻ ഭാരം സഹിക്കാനാവാതെ തളർന്നിരിക്കുകയാണ്. ജരാസന്ധോ മഹാപാപി മഗധേഷൂപധർമ്മമാ ശിശുപാലസ്തദാ ചൈന്ദ്യ കാശിരാജവത് പ്രതാപവാൻ. മഗധ രാജാവായ ജരാസന്ധനില്ലേ, മഹാപാപിയായ അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ്. ചേതിപതിയായ ശിശുപാലനും പ്രതാപിയായ കാശിരാജാവും. രുക്മിണീ ച ബലവാൻ കംസോ നരകശ്ച മഹാബല ശൽവാബ്ധൗപതി ക്രൂരാ കേശി ധീനുകവത്സകൗ. രുക്മിണിയും ബലവാനായ കംസനും മഹാപരാക്രമിയായ നരകനും സൗപതിപതിയായ ശാൽവനും ക്രൂരനായ കേശിയും ധേനുക വത്സകന്മാരും. സർവേ ധർമ്മവിഹീനാശ പരസ്പര വിരോധിന പാപാചാരാ മതോന്മത്താ കാലരൂപാശ്ച പാർത്ഥിവ. എല്ലാം ധർമ്മവിഹീനരും പരസ്പര വിരോധികളും പാപകർമ്മികളും മതോന്മത്തരും കാലരൂപം പൂണ്ട രാജാക്കന്മാരുമാണ്. തൈരഹം പീഡിതാ ശുക്രാഭാരാക്രാന്താക്ഷമാ വിഭോ കിം കരോമി ക്വ ഗച്ഛാമി ചിന്ത മേ മഹതി സ്ഥിത. വിഭോ, അവർ എന്നെ പീഡിപ്പിക്കുകയാണ്. ഭാരം താങ്ങാൻ ഞാൻ അശക്തനായി തീർന്നിരിക്കുന്നു. എന്തു ചെയ്യും? എവിടെ പോകും ഞാൻ? ഇതാണ് എൻ്റെ വലിയ ആലോചന. പീഡിതാഹം വരാഹേണ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ ശക്രാജരാ ജാനീഹി ഹരിണാ ദുഃഖതരം ഗദാ. പ്രഭവിഷ്ണുവായ വിഷ്ണു വരാഹരൂപം കൈക്കൊണ്ട് എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ഹേ ദേവേന്ദ്ര, അങ്ങേക്ക് അറിയാമല്ലോ ഹരനിമിത്തം ഞാൻ അത്യധികം ദുഃഖിക്കുകയാണെന്ന്. യാദാഹം ദുഷ്ടദൈത്യേന കശ്യപസ്യാത്മജേന വൈ ഉദാഹം ഹിരണ്യാക്ഷേണ മഗ്നാ തസ്മിൻ മഹർണവേ. കശ്യപന്റെ പുത്രനും ദുഷ്ടനുമായ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി ആ മഹാസമുദ്രത്തിൽ മുക്കിത്താഴ്ത്തി. തഥാ സുകരരൂപേണ വിഷ്ണുനാ നിഹതോ അപ്യസൗ ഉദ്ധൃതാഹം വരാഹേണ സ്ഥാപിതാ ഹി സ്ഥിരാകൃത. അപ്പോൾ പന്നിയുടെ രൂപത്തിൽ അവതരിച്ച് വിഷ്ണു അവനെ കൊല്ലുകയും എന്നെ സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും ഒരിടത്ത് സ്ഥാപിക്കുകയും ചെയ്തു. നോചേദ്രസാതലേ സ്വസ്ഥാ സ്ഥിതാസ്യാം സുഖവശായിനി നശക്യാസ്യമ്യദ്യാ ദേവേശ ഭാരം വോഢും ദുരാത്മനാം. അല്ലെങ്കിൽ എനിക്ക് രസാതലത്തിൽ തന്നെ സ്വസ്ഥയായി കിടക്കാമായിരുന്നു. ദേവേശ, ഇന്നു ഞാൻ ഈ ദുരാത്മാക്കളുടെ ഭാരം താങ്ങാൻ അശക്തയാണ്. അഗ്രേ ദുഷ്ടാ സമായാദി ഹൃഷ്ടാ വിംശസ്തദാ കലി തദാഹം പീഡിതാ ശക്ര ഗന്ധാസ്മ്യാശൂരസാതലം. 28ാമനും ദുഷ്ടനുമായ കലി 3-ൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ എന്നെ ഉപദ്രവിക്കും. എനിക്ക് രസാതലത്തിലേക്ക് പോകേണ്ടി വരും. തസ്മാത് ത്വം ദേവദേവേശ ദുഃഖരൂപാർണവസ്യ ച പാരാധോ ഭവഭാരം മേ ഹര പാദൗ നമാമി തേ. അതുകൊണ്ട് ഹേ ദേവേശ, എന്നെ ദുഃഖസാഗരത്തിന്റെ മറുകര കടത്തുവാനായി തീർന്നാലും എൻ്റെ ഭാരം ഇല്ലാതാക്കിയാലും അങ്ങയുടെ കാൽക്കൽ ഞാൻ നമസ്കരിക്കുന്നു.
ഇന്ദ്ര ഉവാച ഇളേക്യം തേ കരേമ്യന്ത്യാ ബ്രാഹ്മണം ശരണം വ്രജ അഹം തത്രാഗമിഷ്യാമി സതേ ദുഃഖം ഹരിഷ്യതി. ഏ വസുന്ധരെ, എനിക്കിപ്പോൾ എന്തു ചെയ്യാൻ കഴിയും? ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കൂ, ഞാൻ അങ്ങോട്ട് വരാം, അദ്ദേഹം നിന്റെ ദുഃഖം ഇല്ലാതാക്കും. തശ്രുത്വാ തരിതാ പൃഥ്വി ബ്രഹ്മലോകം ഗതാ തഥാ ശക്രോ അഭി പൃഷ്ഠതേ പ്രാപ്ത സർവദേവ പുരസ്സര. അത് കേട്ടപ്പോൾ ഭൂമിദേവി വേഗം ബ്രഹ്മലോകത്തേക്ക് പോയി. ശക്രനും എല്ലാ ദേവന്മാരോടും കൂടി പിന്നാലെ ചെന്നു. സുരഭീമാഗതാം തത്ര ദൃഷ്ടോ വാചാ പ്രജാപതി മഹീം ജ്ഞാത്വാ മഹാരാജ ധ്യാനേന സമുപസ്ഥിതാം. പ്രജാപതിയായ ബ്രഹ്മദേവൻ ധേനുരൂപത്തിൽ അവിടെ വന്നു ചേർന്നത് ഭൂമിദേവിയാണെന്ന് ധ്യാനത്താൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. കസ്മാദൃസ്ദസി കല്യാണി കിം തേ ദുഃഖം വദാധുനാ പീഡിതാസി ച കേന ത്വം പാപാചാരേണ ഭൂർവദ. ഹേ ഭദ്രേ, നീ എന്തിനാണ് കരയുന്നത്? നിനക്കിപ്പോൾ എന്താണ് ദുഃഖമെന്ന് പറയൂ. ഏതു പാപചാരിണിയാണ് നിന്നെ ഉപദ്രവിക്കുന്നതെന്ന് പറയൂ. ധരോ വാച കലിരായാദി ദുഷ്ടോയം ഭിഭേമേ തദ്ഭയാദഹം പാപചാര പ്രജാസ്തത്ര ഭവിഷ്യന്തി ജഗത്പദേ. ജഗത്പതി, ദുഷ്ടനായ കലി വന്നു കഴിഞ്ഞിരിക്കുന്നു. അവനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യരും ഏറുമല്ലോ. രാജാനശ്ചാതുരാചാര പരസ്പര വിരോധിന ചൗരകർമ്മരഥ സർവേ രാക്ഷസാ പൂർണ്ണവൈരിണ. രാജാക്കന്മാർ പരസ്പര വിരോധികളും ദുരാചാരന്മാരുമായി തീരും. സകലരും കള്ളന്മാരും സമ്പൂർണ്ണ വൈരികളായ രാക്ഷസന്മാരുമായി തീരും. താൻ ഹത്വാ നൃപതീൻ ഭാരം ഹരേ മേ അദ്യ പിതാമഹ പീഡിതാസ്മി മഹാരാജ സൈന്യഭാരേണ ഭൂഭൃതാം. രാജാക്കന്മാരുടെ സൈന്യഭാരം താങ്ങാനാവാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. ആ രാജാക്കന്മാരെ കൊന്ന് എൻ്റെ ഭാരം ഒഴിവാക്കണം. ബ്രഹ്മോവാച നാഹം ശക്തസ്തദാ ദേവി ഭാരാവ തരണേ തവ ഇച്ഛാവാ സദനം വിഷ്ണോർ ദേവേ ദേവേസ്യ ചക്രിണ. ഏ ഭൂമി ദേവി, നിന്റെ ഭാരം ഇറക്കി വയ്ക്കാൻ ഞാൻ ശക്തനല്ല. നമുക്കെല്ലാവർക്കും കൂടി ദേവദേവനും ശക്രായുധനുമായ വിഷ്ണുവിൻ്റെ ഭവനത്തിലേക്ക് പോകാം. സദേ ഭാരപനോദം വൈ കരിഷ്യതി ജനാർദ്ദന പൂർവം മയാപി തേ കാര്യം ചിന്തിതം സുവിചാര്യാശ്ച. ആ ജനാർദ്ദനൻ നിന്റെ ഭാരം ഇല്ലാതാക്കും. നേരത്തെ തന്നെ ആ കാര്യം ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ടുള്ളതാണ്. തത്ര ഗച്ഛ സുരേ ശ്രേഷ്ഠ യത്ര ദേവോ ജനാർദ്ദന സുരശ്രേഷ്ഠ ജനാർദ്ദന്റെ വാസസ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോകാം. വ്യാസോവാച ഇത്യുക്ത്വാ ദേവകർത്താസോ പുരസ്കൃത്യ സുരാശ്വതാകാം. എന്ന് പറഞ്ഞിട്ട് ദേവകർത്താവായ ബ്രഹ്മാവ് ഭൂമിയെയും ദേവന്മാരെയും മുന്നിൽ നിർത്തി ജഗാമാ വിഷ്ണു സദനം ഹംസരൂഢശതുർമുഖ ദുഷ്ടാവാ വേദവാക്യശ്ച ഭക്തി പ്രവണമാനസാം. ഹംസാരൂഢയായ വിഷ്ണുലോകത്തേക്ക് പോയി അവിടെ ചെന്ന് വേദസൂക്തങ്ങൾ കൊണ്ട് ഭക്തിപൂർണമായ ഹൃദയത്തോടെ വിഷ്ണുവിനെ സ്തുതിച്ചു. ബ്രഹ്മോവാച സഹസ്രശീർഷസ്തമസി സഹസ്രാക്ഷസഹസ്രപാദ് ത്വം വേദപുരുഷ പൂർവം ദേവദേവ സനാതന. ഹേ വിഷ്ണു, അങ്ങ് സഹസ്രശീർഷനും സഹസ്രാക്ഷനും സഹസ്രപാദനുമാകുന്നു. ആദ്യനും വേദപുരുഷനും ദേവദേവനും സനാതനുമാകുന്നു. ഭൂതപൂർവം ഭവിഷ്യച്ച വർത്തമാനം ച യദ്വിഭോ അമരത്വം ദയാ ദത്തമസ്മാകം ച രമാപദേ. മുമ്പേ ഉള്ളവനും ഭാവിയിൽ ഉണ്ടായിരിക്കുന്നവനും ഇപ്പോൾ ഉള്ളവനും വിഭോ അങ്ങു തന്നെയാണ്. ഹേ രാമാപദേ, അങ്ങാണ് ഞങ്ങൾക്ക് അമരത്വം നൽകിയത്. ഏതവാൻ മഹിമാതേ അസ്മി അസ്തി കോ ന വേത്തി ജഗത്രയേ ത്വം കർത്താ അപ്യവിദാഹർത്താ ത്വം സർവഗതീശ്വര. അത്രത്തോളം മഹിമ അങ്ങേക്കുണ്ടെന്ന് അറിയാത്തവരായി മൂന്ന് ലോകത്തിലും ആരുണ്ട്? അങ്ങ് കർത്താവും രക്ഷിതാവും സംഹാർത്താവുമാണ്. അങ്ങ് ഈശ്വരനും സർവരുടെയും പ്രാപ്തിസ്ഥനുമാണ്. വ്യാസോവാച ഇതീഡിത പ്രഭുർവിഷ്ണു പ്രസന്നോ ഗരുഡധ്വജ ദർശനം ച ദദൗ തേഭ്യോ ബ്രഹ്മഭ്യോ അമലാശയ. ഗരുഡധ്വജനും
പ്രഭുവായ വിഷ്ണു സ്തുതി കേട്ട് പ്രസന്നനും നിർമ്മല ചിത്തനുമായി ബ്രഹ്മാദികളായ ആ ദേവന്മാർക്ക് ദർശനം നൽകി. പപ്രച്ഛ സ്വാഗതം ദേവാ പ്രസന്നവദനോ ഹരി തദസ്ത്വാമഗമനേ തേഷാം കാരണം ച സവിസ്തരം. പ്രസന്നവദനനായ ഹരി ആ ദേവന്മാരെ സ്വാഗതം ചെയ്തിട്ട് അവരുടെ ആഗമന കാരണം വിസ്തരിച്ച് അന്വേഷിച്ചു. തമുവാചാബ്ജോ നത്വാ ധരാ ദുഃഖം ച സസ്മരൻ ഭാരാവതരണം വിഷ്ണു കർത്തവ്യം തേ ജനാർദ്ദന. ബ്രഹ്മാവ് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് ഭൂമിയുടെ ദുഃഖത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ജനാർദ്ദന, ഭൂഭാരം തീർക്കുക അവിടുത്തെ കർത്തവ്യമായിരിക്കുന്നു. ഭുവി ധൃത്വാവതാരം ത്വം ദ്വാപരാന്തേ സമാഗതേ ഹത്വാ ദുഷ്ടാ നൃപാനുർവ്യാഹര ഭാരം ദയാനിധേ. വരാൻ പോകുന്ന ദ്വാപരയുഗത്തിൽ അവസാനം അങ്ങ് ഭൂമിയിൽ അവതരിച്ച് ഭൂമിയിലെ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊന്ന് ഏ ദയാനിധേ ഭൂഭാരം ഇല്ലാതാക്കിയാലും. വിഷ്ണുരുവാച നാഹം സ്വതന്ത്ര ഏവത്ര ന ബ്രഹ്മാ ന ശിവസ്തദാ ഇന്ദ്രോ അഗ്നിർന യമസ്തഷ്ട ന സൂര്യോ വരുണസ്തദാ. ഇക്കാര്യത്തിൽ ഞാൻ സ്വതന്ത്രനല്ല, ബ്രഹ്മാവോ ശിവനോ സ്വതന്ത്രനല്ല, ഇന്ദ്രനും അഗ്നിയും യമനും ത്വഷ്ടാവും സൂര്യനും വരുണനും സ്വതന്ത്രനല്ല. യോഗമായാവശേ സർവമിതം സ്ഥാവരജംഗമം ബ്രഹ്മാദിസ്തംഭപര്യന്തം ഗ്രഥിതം ഗുണസൂത്രത. സ്ഥാവരജംഗമാത്മകമായ ഈ ജഗത്ത് എല്ലാം യോഗമായയ്ക്ക് അധീനമാണ്. ബ്രഹ്മാവ് മുതൽ ദ്രണം വരെ സകലതും ഗുണസൂത്രത്താൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്. യഥാ സാ സ്വേച്ഛയാ പൂർവം കർത്തുമിച്ഛതി സുവ്രത തഥാ കരോതി സഹിതാ വയം സർവേ അഭി തദ്വശാ. ഹേ സുവ്രത, ആ യോഗമായ സ്വേച്ഛാനുസൃതം നേരത്തെ ഓരോന്ന് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാമെല്ലാം ചേർന്ന് അവൾക്ക് വിധേയരായി ഓരോന്ന് ചെയ്യുന്നു എന്ന് മാത്രം. യദ്യഹം സ്യാം സ്വതന്ത്രോ വൈ ചിന്തയം ദൂധിയാ കില കുതോ അഭവം മത്സ്യവപു കച്ചപോ വാമഹർണവേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ സ്വതന്ത്രനായിരുന്നെങ്കിൽ മഹാസാഗരത്തിൽ മത്സ്യമായി ഭവിക്കുമോ, ആമയായി ഭവിക്കുമോ? തിര്യജ്ഞാനിഷു കോ ഭാഗാം കാ കീർത്തി കിം സുഖം പുനഃ കിം പുണ്യം കിം ഫലം തത്ര ക്ഷുദ്രയോനിഗതസ്യ മേ. തിര്യക്യോനിയിൽ പിറന്നാൽ എന്തു ഭോഗം, എന്തു കീർത്തി, എന്തു സുഖം, എന്തു പുണ്യം, എന്തു പ്രയോജനം? ഭൂമിയിൽ ഒരു ക്ഷുദ്രയോനിയിൽ ജനിച്ച എനിക്ക് കോലോ വാദാ നൃസിംഹോ വാ വാമനോ വാ ഭവം കുതാ ജമദഗ്നിസുതാ കസ്മാ സംഭവേയം പിതാമഹ. പന്നിയായിട്ടോ നരസിംഹമായിട്ടോ വാമനനായിട്ടോ ഞാൻ ജനിക്കുമോ? ഏ പിതാമഹ, ജമദഗ്നിയുടെ പുത്രനായി ജനിച്ചതും എന്തുകൊണ്ട്? നൃശംസം വാ കഥം കർമ്മ കൃതവാനസ്മി ഭൂതലേ ക്ഷതജൈസ്തോ ഭ്രതൻ സർവാൻ പൂരയേയം കഥം പുനഃ. ഭൂമിയിൽ അനേകം ക്രൂരകർമ്മങ്ങൾ ഞാൻ എന്തുകൊണ്ട് ചെയ്തു? രക്തത്താൽ തടാകങ്ങളെല്ലാം നിറച്ചത് എന്തുകൊണ്ട്? തത്കഥം ജമദഗ്നേശ പുത്രോ ഭൂത്വാ ദ്വിജോത്തമ ക്ഷത്രിയാൽ ഹതവാനാഥോ ദർദ്ധയോ ഗർഭവാഘാനപി. ജമദഗ്നിയുടെ പുത്രനായി ഒരു ഉത്തമ ബ്രാഹ്മണനായി ജനിച്ചിട്ട് ഗർഭത്തിലുള്ള ക്ഷത്രിയന്മാരെ ആദ്യം കൊന്നത് എന്തുകൊണ്ട്? രാമോ ഭൂതോ അത ദേവേന്ദ്ര പ്രാവി ശദ്ദണ്ഡകം വനം പദാതിശീര വാസാശ ജടാവൽക്കലവാൻ മുന. ഏ ദേവേന്ദ്ര, രാമനായി ജനിച്ച ഞാൻ ദണ്ഡകാരണ്യം പൂകി, അവിടെ മരുവിരിയും ചുറ്റി നടന്നു, പിന്നെ ജടാവൽക്കലധാരിയായിട്ടും. അസഹായോ ഹ്യപാദേയോ ഭീഷണേ നിർജനേ വനേ കുർവനാഘേടകം തത്ര വിജരം വിഗതത്രപ. അതും സഹായിക്കാൻ ആരുമില്ലാതെ, വഴിക്ക് തിന്നാനൊന്നുമില്ലാതെ, ഭീഷണി നിറഞ്ഞ നിർജ്ജനമായ വനത്തിൽ അവിടെ ഒരു നാണവുമില്ലാതെ നായാടിക്കൊണ്ട് നടന്നു. നജ്ഞാതവാൻ മൃഗം ഹൈമം മായയാ ഹിതസ്തദാ ഉടചേ ജാനകീം ത്യക്ത്വാ നിർഗതസ്തത്പദാനുഗാം. മായാമോഹിനിയായി സ്വർണമൃഗത്തെ തിരിച്ചറിയാതെ പർണശാലയിൽ ജാനകിയെയും ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നാലെ പാഞ്ഞു. ലക്ഷ്മണോ അഭിചതാം ത്യക്ത്വാ നിർഗതോ മത്പദാനുഗാ പാരിതോ അഭിമയാത്യർത്ഥം മോഹിത പ്രകൃതേർഗുണേ. ജാനകിയെ വിട്ടു വരരുതെന്ന് ഞാൻ വിലക്കിയിരുന്നെങ്കിലും പ്രകൃതി ഗുണങ്ങൾക്ക് വിധേയനായി ലക്ഷ്മണനും അവളെ വിട്ട് എന്നെ അന്വേഷിച്ചു പുറപ്പെട്ടു.
ഭിക്ഷുരൂപം തദകൃത്വാ രാവണ കപടാകൃതി ജഹാരാതരസ രക്ഷോ ജാനകീം ശോകകർഷിതാം. അപ്പോൾ ഭിക്ഷുവിന്റെ കപടവേഷം സ്വീകരിച്ച് രാക്ഷസനായ രാവണൻ ശോകകർഷിതയായിരുന്ന ജാനകിയെ വേഗം അപഹരിച്ചു കൊണ്ടുപോയി. ദുഃഖാർത്തേന മയാ തത്ര രുദിതം ച വനേ വനേ സുഗ്രീവേണ ച മിത്രത്വം കൃതം കാര്യവശാത്മയാം. ദുഃഖാർത്ഥനായ ഞാൻ വനംതോറും വിലപിച്ചുകൊണ്ട് നടന്നു. കാര്യസാധ്യത്തിനായി ഞാൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തു. അന്യായേന ഹതോ ബാലി ശാപാക്ഷേവൻ വിനിവാരിത സഹായൻ വാനരൻ കൃത്വാ ലങ്കായാം ചലിതം പുന. അന്യായമായി ബാലിയെ കൊന്നു, ശാപത്തിൽ നിന്ന് മുക്തനാക്കപ്പെടുകയും ചെയ്തു. വാനരന്മാരെ സഹായത്തിന് കൂട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് പോയി. ബന്ധോഹം നാഗപാശേശ ലക്ഷ്മണശ്ച മമാനുജ വിസംജൗപതിതൗ ദുഷ്ടോ വാനരോ വിസ്മയം ഗതാ. നാഗപാശത്തിൽ ഞാനും അനുജനായ ലക്ഷ്മണനും ബന്ധിക്കപ്പെട്ടു. ഇരുവരും നഷ്ടപ്രജ്ഞനായി വീണതു കണ്ട് വാനര സൈന്യം വിസ്മയിച്ചു. ഗരുഡേന തഥാഗത്യ മോചിതോ ഭ്രാതരൗ കില ചിന്തമേ മഹതി ജാത ദൈവം കിം വാ കരിഷ്യതി. ഉടൻ ഗരുഡൻ വന്ന് സഹോദരന്മാരായ ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കുമായിരുന്നുവല്ലോ. വിധി എന്തെല്ലാമാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നോർത്ത് അന്ന് ഞാൻ ചിന്താവിഷയായി തീർന്നു. ഹൃദം രാജം വനേ വാസോ മൃതസ്തപ്രിയ ഹൃദാ യുദ്ധം കഷ്ടം തഥാത്വേവ മഗ്രേ കിം വാ കരിഷ്യതി. രാജ്യം നഷ്ടപ്പെട്ടു, വനത്തിലായി വാസം, പിതാവ് മരിച്ചു, ഭാര്യ അപഹരിക്കപ്പെട്ടു, നാശകരമായ യുദ്ധവും ഉണ്ടായി. ഇനി എന്തെല്ലാമാണോ വരാനിരിക്കുന്നത്. പ്രഥമം തൂ മഹാദുഃഖ രാജ്യസ്യ വനാശ്രയം രാജപുത്ര്യാനിതസ്വൈവ ധനഹീനസ്യ മേസുര. ആദ്യത്തെ വലിയ ദുഃഖം രാജ്യം ലഭിക്കാതെ കാട്ടിൽ പോകേണ്ടി വന്നതാണ്. രാജപുത്രിയായ ജാനകിയോട് കൂടി എനിക്ക് നിർധനനായി പുറപ്പെടുകയും ചെയ്യേണ്ടി വന്നു. വരാടി കാപി പിത്രോ മേ ന ദത്താവന നിർഘമേ പഥാതിര സഹായോ അഹം ധനഹീനശ്ച നിർഘത. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാറാനൊരു മുണ്ട് പോലും അച്ഛൻ തന്നിരുന്നില്ല. ആരും സഹായിക്കാനില്ലാതെ ധനവും ഇല്ലാതെ പാദചാരിയായി പുറപ്പെട്ടു. ചതുർദശൈവ വർഷാണി നീതാനി ച തഥാ മയാ ക്ഷാത്രം ധർമ്മം പരിത്യജ്യ വ്യാധാവൃത്യാ മഹാബനെ. ക്ഷത്രിയ വൃത്തി വെടിഞ്ഞ് കാട്ടാളന്റെ വൃത്തി സ്വീകരിച്ചു. അങ്ങനെ ആ മഹാരണ്യത്തിൽ 14 വർഷം ഞാൻ കഴിച്ചുകൂട്ടി. ദേവാദ്യുദ്ധേ ജയ പ്രാപ്തോ നിഹതോ അസൗ മഹാസുര അനീതാ ച പുനഃസീതാ പ്രാപ്തായോധ്യാമയാ തഥാ. ഭാഗ്യം കൊണ്ട് യുദ്ധത്തിൽ ജയിച്ചു. മഹാസുരനായ രാവണൻ കൊല്ലപ്പെട്ടു. സീതയെ വീണ്ടെടുത്ത് അങ്ങനെ ഞാൻ വീണ്ടും അയോധ്യയിലെത്തി. വർഷാണി ഗതിചിത്തത്ര സുഖം സംസാര സംഭവം പ്രാപ്തം രാജ്യം ച സമ്പൂർണം കോസലാനധിതിഷ്ഠത. കോസലത്തിലെത്തിയ എനിക്ക് രാജ്യം മുഴുവൻ ലഭിച്ചു. സംസാരഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുറെ കാലം സസുഖം അവിടെ വസിച്ചു. പുരേവം വർത്തമാനേന പ്രാപ്ത രാജേന വൈതഥ ലോകാപവാദ ഭീതേന തെക്ത സീതാവനീമയ. ഇങ്ങനെ രാജ്യം വീണ്ടും ലഭിച്ചു ഭരിച്ചു വരവേ ലോകാപവാദത്തെ ഭയന്ന് സീതയെ വനത്തിൽ ഉപേക്ഷിച്ചു. കാന്താവിരഹജം ദുഃഖം പുനഃപ്രാപ്തം ദുരാസദം പാതാളം സാഗതാ പശ്ചാധരം ഭിത്വാധരാത്മജ. അഹസ്യമായ ഭാര്യാവിരഹ ദുഃഖം വീണ്ടും അനുഭവിക്കേണ്ടി വന്നു. ഭൂമിപുത്രിയായ അവൾ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. ഏവം രാമവതാരേ അഭി ദുഃഖം പ്രാപ്തം നിരന്തരം പരതന്ത്രേണ മേനൂനം സ്വതന്ത്രാകോ ഭവേത് തഥാ. ഇങ്ങനെ പരതന്ത്രനായി എനിക്ക് രാമാവതാരത്തിൽ പോലും നിരന്തരമായി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ആരാണ് സ്വതന്ത്രനായിട്ടുള്ളത്? പശ്ചാത്കാലവശാത് പ്രാപ്ത സർഗോ മേ ഭ്രാതൃഭി സഹ പരതന്ത്രസ്യ കാ വാർത്ത വക്തവ്യ വിബുധേന വൈ. പിന്നെ സമയം സമാഗതമായപ്പോൾ സഹോദരന്മാരോട് കൂടി ഞാൻ സ്വർഗം പോകി. വിദ്വജ്ജനത്തിന് പരതന്ത്രനെ പോലെ എന്തെങ്കിലും ദുഃഖമുണ്ടോ പറയത്തക്കതായി? പരതന്ത്രോ അസ്മ്യഹം ത്രൂനം പത്മയോനേ നിശാമയ തഥാ ത്വമഭിരുദ്രശ്ച സർവേ ചാന്യേ സുരോത്തമ. ഹേ പത്മസംഭവ, ഞാൻ തികച്ചും പരതന്ത്രനാണെന്ന് മനസ്സിലാക്കൂ. അതുപോലെ തന്നെയാണ് അങ്ങും രുദ്രനും മറ്റു സകല ദേവന്മാരും. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 18 ഓം ശ്രീ മഹാദേവേ നമഃ.